അപ്പയെ CBI കുറ്റവിമുക്തനായിക്കൊണ്ടുള്ള റിപ്പോർട്ട് വരുന്നത്. അത് പത്രത്തിൽ വന്നപ്പോൾ ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ കാണിച്ചു കുറ്റവിമുക്തനാക്കി എന്നുള്ളത്. അപ്പം ഒരിക്കലും അത് പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ അപ്പോൾ അത് ചെയ്യത്തില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു മകളെയും കൂടെ പാർട്ടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും എന്ന് ചാണ്ടി പറഞ്ഞില്ല. ഡെഫിനറ്റ്ലി അപ്പയെ ഏറ്റവും കൂടുതലായി അത് മാനസികമായി എന്താ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഭർത്താവിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ പറ്റുന്നില്ല എന്നൊരു വിഷമമുണ്ടോ? അങ്ങനെയല്ല, ഞാൻ ചാണ്ടിയുടെ ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്ക് അപ്പ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. ഒരു ചാണ്ടി അപ്പയുടെ അതേ പാതയിൽ പോകുന്നു എന്നാണ് എനിക്ക് പൂർണ്ണമായ വിശ്വാസം. ഗണേഷ് കുമാറിനോടുള്ള ഒരു നിലപാട് എന്തായിരിക്കും ഇക്കാര്യത്തിൽ? ക്ഷമിക്കാൻ കഴിയുമോ അറിയിക്കും? തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണല്ലോ. അതെ, കഴിയാവുന്നിടത്ത് അത്രയും എവിടെയൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. കഴിയാവുന്നത്രയും ഇടങ്ങളിൽ ചെന്ന് എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കും വേണ്ടി അവരുടെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വേവാണ് UDFന് അനുകൂലമായിട്ടുള്ളത്. അപ്പം അവരുടെ വിജയത്തിനായി അപ്പയില്ലാത്ത ആദ്യത്തെ അസംബ്ലി ഇലക്ഷനാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ഒരുപാട് വ്യക്തികൾ അങ്ങനെ ഒരു ഇലക്ഷൻ കണ്ടു കാണത്തില്ലായിരിക്കും. ഞങ്ങൾക്കാർക്കും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഞങ്ങൾ ആരെങ്കിലും കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്നാലും ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ട് കഴിയാവുന്ന വിധം UDF എല്ലാ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പോയി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. ചാണ്ടിയമ്മന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ 3000 വീടാണ് കയറിയത്. അതുപോലെ ഒരു മാസീവായ പ്രചരണമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു മാസീവായിട്ടുള്ളൊരു പ്രചരണത്തിനുള്ളൊരു ടൈം ഇല്ലല്ലോ. ഇന്ന് തൊട്ട് ഇനി നോക്കിയാൽ 19ാമത്തെ ദിവസം ഇലക്ഷൻ, അതിൽ നമ്മുടെ പാഷൻ വീക്ക് വരുന്നുണ്ട്. ഗുഡ് ഫ്രൈഡേ ഒന്നും ആരും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പിന്നെ 7ാം തീയതിയോടെ നമ്മുടെ കൊട്ടിക്കലാശമാണ്. അപ്പം ലിറ്ററലി നോക്കുവാണെങ്കിൽ നമുക്കൊരു 10-16 ദിവസത്തിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അതിൽ പിന്നെ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന വിധം ഞാനും വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് ലീവൊക്കെ വീക്കെൻഡ്സിലൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതിൽ നിൽക്കാവുന്ന പരിമിതമായ നമ്മുടെ സാഹചര്യം വെച്ച് മാക്സിമം എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് എത്താനാണ് ശ്രമിക്കുന്നത്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് മിസ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെല്ലുന്ന അപ്പയെ ഇലക്ഷൻ ആകുമ്പം രാവിലെ പിന്നെ അപ്പയെ കണ്ടിട്ടില്ല. അപ്പം അപ്പയില്ലാത്ത ആ ഒരു ഇലക്ഷനാണ്. പിന്നെ ഇപ്പം ഇന്നലെ തന്നെ 4 മണ്ഡലങ്ങളിൽ പോയിരുന്നു. എല്ലായിടത്തും ചെല്ലുമ്പം നമുക്ക് കിട്ടുന്ന സ്വീകാര്യത ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യതയാണല്ലോ. ആ ഒരു സ്നേഹം നമുക്കൊരിക്കലും ജനങ്ങളിൽ നിന്നുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഭയങ്കര ഗ്യാപ്പാണ്. പക്ഷേ ആളുകളിൽ നിന്നുള്ള സ്നേഹം നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാവുന്ന വിധം അപ്പയുടെ പാർട്ടിയോടുള്ള സ്നേഹത്തിന് നമ്മൾ ചെയ്യാവുന്ന വിധം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇന്നലെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരെ പ്രത്യേകിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് സോളാർ കേസിലെ പ്രതിയുടെ പരാതിയിലുള്ള കൂട്ടിച്ചേർക്കലുകൾ സംബന്ധിച്ചുള്ള കേസ് വീണ്ടും ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ ചാണ്ടിയുമനും ഇപ്പം മറിയ ഉമ്മനും അവിടെ ചെന്നതിന് ശേഷം ഉള്ള ആ ഒരു സംസാരത്തിൽ ഒരു തീവ്രത പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഉമ്മൻചാണ്ടി അത്രയധികം വിഷമിപ്പിച്ചിരുന്നു ഈ ഒരു കോൺട്രവേഴ്സി? ഡെഫിനറ്റ്ലി അപ്പയെ ഏറ്റവും കൂടുതലായി അത് മാനസികമായി എന്താ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ എല്ലാവർക്കും, കേരള സമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടുതൽ കാര്യകാരണങ്ങളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മക്കളെന്നുള്ള നിലയിൽ അടുത്തറിയും, ഒരു പിതാവിൻ്റെ ദുഃഖം അടുത്തറിയുന്ന ഏറ്റവും മക്കളും ഭാര്യയൊക്കെയാണ്. അപ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? ഏറ്റവും എന്ത് പ്രതിസന്ധി വന്നാലും ഒരിക്കലും അത് ഫാമിലിയിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല. എസ്പെഷ്യലി മക്കളുടെ കാര്യത്തിൽ ഒരിക്കലും അപ്പയുടെ മുഖമൊന്ന് വാടുന്നത് കൊണ്ട് ഞങ്ങൾ മക്കൾക്ക് ദുഃഖം വരരുത് എന്ന് വളരെ നിർബന്ധമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നം, ഈ പ്രശ്നം വന്നപ്പോൾ പോലും അവിടെ ഒരുപാട് തർക്കങ്ങളോ ദുഃഖമോ അപ്പം ആ ഒരു മുഖം പോലും ഞങ്ങളുടെ മുമ്പിൽ ദുഃഖത്തോടെ കാണിച്ചിട്ടില്ല. എസ്പെഷ്യലി മക്കളുടെ കേസിൽ അമ്മയോട് പങ്കിട്ട് കാണുമായിരിക്കും ഉറപ്പായിട്ടും. പിന്നെ ഞാനത് ഇന്നലെയും അവിടെ ചെന്ന് പറഞ്ഞായിരുന്നു. ഒരിക്കലും അപ്പയുടെ മാനസികാവസ്ഥ, അപ്പയുടെ ഫീലിങ്സ് ഒരിക്കലും പുറത്ത് കാട്ടാത്ത വ്യക്തിയാണ്. അവസാനം മരിക്കുന്നതിന് 3-4 മാസം മുമ്പാണ്
അപ്പയെ CBI കുറ്റവിമുക്തനായിക്കൊണ്ടുള്ള അതെ. റിപ്പോർട്ട് വരുന്നത്. അത് പത്രത്തിൽ വന്നപ്പോൾ എല്ലാ ദിവസവും അപ്പയ്ക്ക് അന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രാവിലെ അത് വായിച്ചുകൊണ്ട് ദിവസവും രാവിലെ പത്രം വായിക്കും. അപ്പം ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ കാണിച്ചു കുറ്റവിമുക്തനാക്കി എന്നുള്ളത്. അപ്പം ഒരിക്കലും അത് പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ അപ്പോൾ അത് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ അന്ന് പിന്നെ വേറെ ആരോടും അപ്പയ്ക്ക് സംസാരിക്കാനുള്ള സാഹചര്യമില്ല, പബ്ലിക് കണക്റ്റ് ഇല്ല. അപ്പം ഞങ്ങളെല്ലാവരെയും കാണിച്ചു. ഞാൻ ആദ്യം എന്നെ കാണിച്ചു, പിന്നെ അമ്മ ചെന്നപ്പോൾ എല്ലാവരെയും കാണിച്ചു, ഞങ്ങൾ മക്കളെ എല്ലാവരെയും കാണിച്ചു. അപ്പം അപ്പയുടെ ആ മനസ്സിൻ്റെ ആ ഫീലിംഗ് ആണ് അവിടെ കാണിച്ചത്. കുറ്റവിമുക്തനാക്കി. ഞങ്ങൾക്ക് അതിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ കുറ്റവിമുക്തനാക്കി എന്നുള്ള ആ ഒരു ആശ്വാസത്തിലാണ് അപ്പ കടന്നുപോയത്. അപ്പയുടെ അസംബ്ലിയിലെ ഒരു പ്രസംഗം, വളരെ ഇമോഷണലായിട്ടുള്ളൊരു പ്രസംഗത്തിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസമാണ് അപ്പയെ മുന്നോട്ട് നയിക്കുന്നത്. അത് കോടതി CBI റിപ്പോർട്ട് വന്നപ്പോൾ അത് പൂർണ്ണ സത്യമായി വന്ന ആ ആശ്വാസത്തിൽ മരിച്ചു എന്നുള്ളത് അപ്പയുടെ ആ ഒരു മനസ്സിലെ ഫീലിംഗ് ആണ് കാണിക്കുന്നത്. ലാസ്റ്റ് 3-5 മന്ത്സോളം ബാംഗ്ലൂരായിരുന്നു. അതാണ് വരുന്നത് ഈ പത്രത്തിൽ വന്നത്. അന്നേരം ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എക്സൈറ്റ്മെന്റ് ആയിട്ടെന്ന് വെച്ചാൽ അപ്പയ്ക്ക് അന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഇങ്ങനെ കൈവച്ച് കാണിച്ചു. അപ്പം അപ്പം എന്തായിരുന്നു മനസ്സിലെന്നറിയില്ല, ഞങ്ങളെ ഇങ്ങനെ കാണിച്ചു തന്നായിരുന്നു. പക്ഷെ പറഞ്ഞത് ഒരിക്കലും ഒരു ഫീലിങ്സും പുറത്ത് കാണിക്കാത്ത വ്യക്തിയാണ്. അന്ന് ഇത്രയും ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതങ്ങനെ കാണിച്ചു. ഈ പത്രം എടുത്ത് ഉമ്മൻചാണ്ടി തന്നെ കാണിച്ചു തന്നു. അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അടുത്ത് ചെന്നപ്പോൾ ഇങ്ങനെ ആ വര ഇങ്ങനെ ഇങ്ങനെ ഈ കയ്യിലിരിക്കും, ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എത്രമാത്രം അതിൽ അദ്ദേഹം വിഷമിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ അല്ലേ? ഡെഫിനറ്റ്ലി. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ അപ്പെ എന്തായാലും മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഈ ഗണേശനോട് ഉള്ളൊരു മനോഭാവം എന്താണ്? ഇന്നലെ പത്തനാപുരത്ത് ചെല്ലുമ്പോഴും ജനങ്ങൾ മറുപടി പറയും, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പ്രതികരണം വന്നത്. ഞാൻ കൂടുതലായിട്ട് അതിലൊന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്നലെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അല്ല, പത്തനാപുരത്ത് ചെല്ലുന്നതിന് ആ ഒരു വിജയത്തിന് വേണ്ടിയായിരിക്കുമല്ലോ. ഡെഫിനറ്റ്ലി. നേരത്തെ പറഞ്ഞല്ലോ, UDFൻ്റെ എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ വിജയത്തിനും വേണ്ടി ഉമ്മൻചാണ്ടിയുടെ കുടുംബം പ്രവർത്തിക്കും. അപ്പോൾ പത്തനാപുരത്ത് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും വിജയിക്കണം എന്നാണ് ആഗ്രഹം. അദ്ദേഹം പൂർണ്ണമായി വിജയിക്കുമെന്നുള്ള ഇന്നലത്തെ പ്രചരണത്തിന് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിനുള്ളൊരു സപ്പോർട്ട് കണ്ടു. അദ്ദേഹം വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ്. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇപ്പോൾ ആ സീറ്റ് നിർണ്ണയത്തിലെ അനിശ്ചിതത്വമൊക്കെ മാറുമായിരുന്നു എന്ന് പല മുതിർന്ന നേതാക്കളും പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ വിലയിരുത്താറുണ്ട് പൊതുവെ. ഞാൻ അങ്ങനത്തെ അതൊക്കെ പാർട്ടി ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പാർട്ടി ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ലിസ്റ്റാണ് അവർ പുറത്തു തന്നിരിക്കുന്നത്. അപ്പം അതെല്ലാം പാർട്ടിയുടെ തീരുമാനങ്ങളും പാർട്ടി ഡിസിഷൻസുമാണ്. അതിൽ ഞാൻ കമൻറ്റ് ചെയ്യാൻ ഒരു വ്യക്തിയല്ല. അപ്പോൾ എപ്പോഴും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാലേ, തിരഞ്ഞെടുപ്പ് സമയത്താണ് ഇപ്പോഴും വാഹനങ്ങൾ നിറഞ്ഞ ആളുകൾ. ഇപ്പോൾ ചാണ്ടിയുമ്മൻ്റെ വീട്ടിലുണ്ട്, പക്ഷെ പൊതുവെ ഒരു ആളും ആരവും ഒഴിഞ്ഞ ഒരു സ്ഥിതി അച്ഛൻ്റെ ഒരു വാക്വം ഫീൽ ചെയ്യുന്നില്ലേ? ഇപ്പോഴും ചാണ്ടിയുടെ അവിടെ നിറയെ ആളുകളാണ്. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുമ്പം അപ്പം അവിടെ വരുമ്പോഴേ ഈ ആളും ആരവും ഉള്ളൂ. ഇപ്പം ചാണ്ടി വരുമ്പോഴാണ് ആ ആളുള്ളത്. അല്ലാത്തപ്പോൾ നമ്മുടെ ജീവിതം പഴയതുപോലെ തന്നെയാണ്. ഈ ചാണ്ടിയുമ്മൻ്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണ്. യാദൃശ്ചികമായി മത്സരരംഗത്തേക്ക് വന്നതാണ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം. ചാണ്ടിയുമ്മനെ മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ സഹോദരി എന്നുള്ള നിലയിൽ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ചാണ്ടി 2-2.5 വർഷം കൊണ്ട് തന്നെ വളരെ നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. വളരെ വിഷനോടെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പയെ ആർക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചാണ്ടി ഇന്നത്തെ രീതികൾ വെച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തി. പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തുന്നത്. അത് ഭയങ്കര സ്വീകാര്യതയുള്ളൊരു പരിപാടിയായിരുന്നു. ഒരുപാട് ഇന്നൊവേറ്റീവായിട്ട്, അത് ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ രീതിയിലുള്ള ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഗ്രാംസാണ് ചെയ്യുന്നത്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ചാണ്ടി അപ്പയുടെ അതേ പാതയിൽ പോകുന്നു എന്നാണ് എനിക്ക് പൂർണ്ണമായ വിശ്വാസം. ഈ മറിയയുടെ ഭർത്താവ് വർഗീസ് ജോർജ് മാത്രം എന്തുകൊണ്ടാണ് ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്തയിലേക്ക് പോയി NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്? എൻ്റെ ഹസ്ബൻഡ് റോഷി, അദ്ദേഹം NDA അദ്ദേഹം 2020-ലാണ് റോഷി വർക്ക് ചെയ്യുന്നത്. 2021 റോഷി 2020 ചേർന്നതാണ്. അന്ന് അപ്പയുള്ള സമയം തൊട്ടേ റോഷി 2020-ലാണ്.
അന്ന് തൊട്ട് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഞങ്ങളെല്ലാവരും കോൺഗ്രസ് കുടുംബമാണ്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണ വിജയത്തിന് അല്ലെങ്കിൽ UDFൻ്റെ പൂർണ്ണ വിജയത്തിന് മുമ്പോട്ട് പോകും. അത് നല്ല ഉറപ്പുമുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് വ്യത്യസ്ത ചിന്തയാണ്. അത് 2021 മുതൽ ഉള്ളതാണ്. ഇപ്പം കാൻഡിഡേറ്റ് ആയതുകൊണ്ടായിരിക്കാം അതിനൊരു ശ്രദ്ധ വന്നത്. ഭർത്താവിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ പറ്റുന്നില്ല എന്നൊരു വിഷമമുണ്ടോ? അങ്ങനെയല്ല, നമ്മൾ രാഷ്ട്രീയവും കുടുംബവും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ചിലപ്പോൾ സ്ഥാനാർത്ഥിയാകും. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേഴ്സണൽ ചോയ്സാണ്, റോഷിയുടെ പേഴ്സണൽ ചോയ്സാണ്. എനിക്ക് കോൺഗ്രസ്സുകാരിയായിട്ട് UDFൻ്റെ പൂർണ്ണ വിജയത്തിന് പോകാം. റോഷി വിശ്വസിക്കുന്ന ആ പാർട്ടിയിൽ അവർക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു, അതിൽ പ്രവർത്തിക്കുന്നു. വീട്ടിൽ രാഷ്ട്രീയമൊന്നും ചർച്ചയില്ല? ഇല്ല, രാഷ്ട്രീയ ചർച്ചകളില്ല. വിളിക്കാറുണ്ടോ? വരുമോ? അല്ല അങ്ങ് വിളിച്ച് അങ്ങനെ പ്രവർത്തനത്തിന് വിളിച്ചിട്ടില്ല. ഞാനത് ഫുൾ ടൈം നമ്മുടെ പാർട്ടിക്ക് വേണ്ടി അതിലതൊരു കൺഫ്യൂഷൻ ഇല്ല. ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ വന്നിരുന്നു. ഇപ്പം കാഞ്ഞിരപ്പള്ളി ഫോക്കസ് ചെയ്തുകൊണ്ട് മറിയ ബിഷപ്പുമാരെയൊക്കെ കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാൻ ആഗ്രഹം കാണിച്ചു എന്ന് ശരിയാണോ? എൻ്റെ അപ്പയുടെ മരണശേഷം ഒരുപാട് സോഷ്യൽ വർക്ക് പണ്ട് ചെയ്തിരുന്നെങ്കിലും ഒരുപാട് പബ്ലിക് ഇവൻറ്റ്സ് ചെയ്തു തുടങ്ങി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 2 വർഷമായിട്ടും ഞാൻ എല്ലാ ഇങ്ങനത്തെ മത നേതാക്കന്മാരെയും സാമൂഹിക സാംസ്കാരികമായി നിൽക്കുന്ന എല്ലാവരുമായിട്ട് കാണുകയും മിണ്ടുകയും അവരെ എൻ്റെ പരിപാടിയിൽ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പരിപാടികൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള മത നേതാക്കന്മാർ, അവിടെയുള്ള ലോക്കൽ ലീഡേഴ്സ്, അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അങ്ങനെയുള്ളവർ, അതിൽ രാഷ്ട്രീയ ഭേദമന്യാണ് വിളിക്കുന്നത്, അങ്ങനെയുള്ളവരാണ് കാണാറുള്ളത്. അപ്പം അങ്ങനെയുള്ളവരെ ഈ 2-2.5 വർഷമായിട്ട് ഞാൻ മീറ്റ് ചെയ്യും, അവരോട് സംസാരിക്കുകയും എൻ്റെ പരിപാടികളെ അവർ ക്ഷണിക്കുകയും, അതോടൊപ്പം തന്നെ അപ്പയുടെ മകളായതുകൊണ്ട് അവരെല്ലാവർക്കും ഭയങ്കര സ്വീകാര്യതയും അവരുടെ പരിപാടികൾക്കും എന്നെ ക്ഷണിക്കാറുണ്ട്. പക്ഷേ ഈ 2 മാസമായിട്ട് എൻ്റെ പേര് ഒന്നിങ്ങനെ ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് പല സ്ഥലത്തിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഈ പിതാക്കന്മാരെയും തിരുമേനിമാരെയൊക്കെ കാണുന്നതിനൊരു ശ്രദ്ധ വന്നു എന്നേ ഉള്ളൂ. ഈ ഒരു 2 മാസത്തിന് വേണ്ടി ചെയ്തൊരു ആക്ടിവിറ്റി അല്ല, ഇത് 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ അതിന് വേറൊരു രാഷ്ട്രീയപരമായ അർത്ഥമില്ല. പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മത്സരിപ്പിക്കാൻ. അത് എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം, എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാമല്ലോ. എല്ലായിടത്തും പോകുമ്പോൾ ഒരുപാട് പേര്, ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഞാൻ വളരെ സ്നേഹത്തോടെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതൊക്കെ അവരുടെ അപ്പയോടുള്ള സ്നേഹമാണ് നമുക്ക് തരുന്നത്. പക്ഷേ പാർട്ടിയാണ് അൾട്ടിമേറ്റ് തീരുമാനിക്കുന്നത്. പാർട്ടി ഏറ്റവും നല്ല 140 കാൻഡിഡേറ്റ്സിനെ തീരുമാനിച്ചു. ഇനി എല്ലാവർക്കും UDFലെ ഓരോ വ്യക്തിക്കും അവരുടെ വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ. മറിയയ്ക്ക് ആഗ്രഹമുണ്ടോ സജീവ രാഷ്ട്രീയത്തിൽ തുടരാനായി? ഇല്ല, ഞാൻ അത് പലപ്പോഴും പറഞ്ഞു, ഞാൻ സോഷ്യൽ വർക്കായിട്ടായിരുന്നു 10-15 വർഷമായിട്ട് നിൽക്കുന്നത്. അപ്പം മറ്റുള്ളവരെ പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്, നമ്മുടെ മുമ്പിൽ വരുന്നവരെ സഹായിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ സഹായിക്കണം. അത് നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴുള്ള ആഗ്രഹം. അതിന് ഇതുപോലെ എല്ലാവരുമായിട്ട് പല പല ബന്ധങ്ങൾ വേണ്ടി വരും. അതുപോലെ തന്നെ എൻ്റെ മകൻ ടെന്നീസ് പ്ലെയറാണ്, നാഷണൽ പ്ലെയറാണ്, സ്റ്റേറ്റ് ചാമ്പ്യനാണ്. അപ്പം മകൻ്റെ ടെന്നീസിൻ്റെ ജേർണി നെക്സ്റ്റ് ലെവലിൽ എത്തിക്കേണ്ട കടമയും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട കടമയും എനിക്കുണ്ട്. അതോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, പിന്നെ പല പല റോൾസ് ഉണ്ട്. ഇപ്പം അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. സോഷ്യൽ വർക്കും രാഷ്ട്രീയവും തമ്മിൽ വലിയ അതിർവരമ്പുകളില്ല. രാഷ്ട്രീയക്കാർ ബേസിക്കലി ചെയ്യുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ സമൂഹ നന്മ ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ. അവരാണ് പോളിസി മേക്കേഴ്സ്, അവരാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർ. അവർ എത്രമാത്രം പ്രവർത്തിക്കുന്നോ അത്രമാത്രം ജനങ്ങൾക്ക് നന്മ കിട്ടും. അപ്പം ഇന്നും ആളുകൾ ഇത്രയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഞങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് പറയുക കാണുന്നത്, അപ്പോൾ ഒരുപാട് ജനനന്മ ചെയ്തു. അപ്പേ സോഷ്യൽ വർക്കറായിട്ടല്ല അറിഞ്ഞിരുന്നത്, അപ്പേ ഒരു പൊളിറ്റീഷ്യനായിരുന്നു. പക്ഷേ ആ ജനനന്മ ചെയ്തത്, ആ വികസനം കൊണ്ടുവന്നത്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഓരോരോ കാര്യങ്ങളാണ് ഇന്നും അപ്പേ അവരുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ കടക്കാൻ ഒരാഗ്രഹം ഉണ്ടോ ശരിക്കും? ഞാൻ പറഞ്ഞില്ല, അതിന് ഉത്തരം ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ തൽക്കാലമുള്ള എൻ്റെ ഒരുപാട് കടമകൾ എനിക്കുണ്ട്, അത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മറിയ രാഷ്ട്രീയത്തിൽ വരുന്ന ചാണ്ടി ഉമ്മൻ എതിർപ്പാണെന്ന് പറഞ്ഞ വലിയ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു.
അദ്ദേഹം രാജിവെക്കും സീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കഥകൾ പ്രചരിച്ചിരുന്നു. ഇത് ചാണ്ടി എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങളാണ്. ചാണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രസ് മീറ്റിൽ തന്നെ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഒരു മകളെയും കൂടെ പാർട്ടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും എന്ന് ചാണ്ടി പറഞ്ഞല്ലോ. അപ്പയുടെ അഭിപ്രായം അങ്ങനെയായിരുന്നു. അപ്പയുടെ ജീവിതകാലത്ത് അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തതും. അതുകൊണ്ട് ചാണ്ടിക്ക് പ്രത്യേകതരമായ ഒരു സഹായം അപ്പ ചെയ്തിരുന്നില്ല. അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചാണ്ടിയും പറഞ്ഞത് എന്താ, പാർട്ടി തീരുമാനിക്കും, അപ്പം നമ്മൾ ആലോചിക്കാം. ഞാനും പറഞ്ഞത് എന്താ, എൻ്റെ അടുത്തും പാർട്ടി ആരും പറഞ്ഞിട്ടില്ല, അരുവാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനൊരു കാര്യം സംഭവിച്ചില്ല. ഏറ്റവും നല്ല 140 കാൻഡിഡേറ്റ്സ് ഡിക്ലെയർഡ് ആയിട്ടുണ്ട്. അപ്പം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, UDF സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന രീതിയിൽ UDF വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ഉമ്മൻചാണ്ടിക്ക് മക്കളൊക്കെ ഇന്ന നിലയിൽ പോകണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം, അത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, മക്കളെന്നല്ല, എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിലും ആരും അങ്ങനെ പറയുന്നതൊന്നുമില്ല. എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യം റെസ്പെക്റ്റ് ചെയ്ത ആളാണ് അപ്പ. ഒരാളെയും ഞങ്ങളെ ആരെയും ഇന്നതാകണമെന്ന് ആരും അപ്പ നിർബന്ധിച്ചിട്ടില്ല. എനിക്ക് എൻജിനീയർ ആകണം എന്നായിരുന്നു ആഗ്രഹം, അതിന് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ കയറാം, പക്ഷേ എൻ്റെയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. അത് ചാണ്ടിയുടെ ജീവിതത്തിൽ തന്നെ നാം കണ്ടിട്ടുള്ളതാണ്. ചാണ്ടി രാഷ്ട്രീയം തിരഞ്ഞെടുത്തു, അപ്പോൾ ഉള്ളിടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല ആരും പറയുമെന്ന് ചാണ്ടിയെ അപ്പോൾ എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് അപ്പോൾ ഒരിക്കലും ചാണ്ടിയുടെ ഒരു രാഷ്ട്രീയ, അപ്പോൾ ഒരുപാട് പേരെ വളർത്തിക്കൊണ്ട് വന്ന വ്യക്തിയാണ്. പക്ഷേ ചാണ്ടിയുടെ ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്ക് അപ്പ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ ശവകുടീരം എല്ലാ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയായി ഞങ്ങളൊക്കെ നോക്കുമ്പോഴേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അത് സത്യം പറഞ്ഞാൽ എനിക്കൊരു മിറക്കിൾ പോലെയാണ് തോന്നുന്നത്. അപ്പ മരിച്ചപ്പോൾ നമ്മൾ ഒരുപാട് വലിയ നേതാക്കന്മാർ മരിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ജനസാഗരം വന്ന പല മരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയക്കാരായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ. പക്ഷേ മരിച്ചു കഴിഞ്ഞ് 3 വർഷമാകാറായി. 3 വർഷമാകാറായപ്പോഴും ആ കല്ലറ ഇപ്പോഴും ഒഴിയാറില്ല. എപ്പോൾ ചെന്നാലും അവിടെ എന്തെങ്കിലും ഒരു എഴുത്തോ അല്ലെങ്കിൽ ഒരാളോ എന്തെങ്കിലും കാണും. ഞാൻ വിശ്വസിക്കുന്നത് അപ്പ ജനങ്ങൾക്ക് കൊടുത്ത സ്നേഹം അപ്പയ്ക്ക് തിരിച്ചു കിട്ടുന്നു. ഏകാന്തത ഭയപ്പെട്ട അപ്പയെ ഒരിക്കലും മലയാളികൾ ഒറ്റയ്ക്ക് വിടുന്നില്ല. അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ആ സ്നേഹമാണ് അപ്പയ്ക്ക് ഇപ്പോഴും ആ കല്ലറയിൽ ഒരുപാട് പേര് ചെന്ന് കൊടുക്കുന്ന ആ സ്നേഹമാണ് ഞങ്ങൾ ഓരോ വ്യക്തികൾക്കും കിട്ടുന്നത്. ഈ ഏകാന്തത ഭയപ്പെട്ട വ്യക്തി എന്നാണ് പറയുന്നത്. അവസാനം ഒരു 3-4 മാസം ഞങ്ങൾക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അത് നമ്മുടെ ആ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അതിൽ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. ഏറ്റവും കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്ത വ്യക്തി ഒരാൾ ഞാനായിരിക്കാം. ബിക്കോസ് അപ്പയുടെ മെഡിക്കൽ കണ്ടീഷനായിരുന്നു. പക്ഷെ ഇന്ന് അത് ആലോചിക്കുമ്പോൾ എന്തായാലും അപ്പ മരിച്ചുപോയി. അപ്പയെ കുറച്ച് ആളുകളെ കാണിക്കാമായിരുന്നോ അപ്പയുടെ പക്ഷേ അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ നമ്മൾ അപ്പം മരിക്കുമെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ. ഇപ്പം അത് ആലോചിക്കുമ്പോൾ ചെയ്യാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ഈ ആഗ്രഹം ഞങ്ങൾ എന്തെങ്കിലും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ, അത് ഇനി ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ? തീരെ വയ്യാതായി കഴിഞ്ഞപ്പോൾ അപ്പ സഹായിക്കണം എന്നെപ്പോഴും പറയുമായിരുന്നു. പിന്നെ പ്രത്യേകം പറഞ്ഞു, രോഗികളെ, ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കണം എന്ന്. രോഗികളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പ വിഷമിക്കേണ്ട, എനിക്കിന്നും ഓർമ്മയുണ്ട്, അപ്പ വിഷമിക്കേണ്ട, നമ്മൾ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് അപ്പയ്ക്ക് ഇഷ്ടമുള്ളത്തോളം നമുക്ക് പേഷ്യൻസിനെ സഹായിക്കാം. ഈ അസുഖമൊക്കെ മറികടന്ന് തിരിച്ചു വരാൻ കഴിയുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അപ്പം മരിക്കുന്നതിന് ഒരാഴ്ച അപ്പം തീരെ വീക്കായി, ഭയങ്കര വീക്കായി. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് അപ്പം എന്നെ വിട്ടുപോകുന്നത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ, ഞാൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പും അമ്മ പറയുമ്പം ഇനി എങ്ങനെയാ മോളെ എന്ന് അമ്മ ചോദിക്കും. ഞാൻ പറഞ്ഞു, അപ്പ തിരിച്ചു വരും അമ്മേ, നമ്മൾ അപ്പയെ നോക്കും എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു എനിക്ക്. വേറെ ആർക്കും അതുണ്ടായിരുന്നു തോന്നുന്നില്ല. അമ്മയ്ക്ക് പോലും ലാസ്റ്റ് ആയപ്പം അമ്മയും ഒരു പ്രതീക്ഷ അറ്റ അവസ്ഥയിലേക്ക് മാറി. പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു. അപ്പ മരിച്ചതിനേക്കാളൊരു ഷോക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് വിശ്വാസമായിരുന്നു അപ്പ തിരിച്ചു വരും. പക്ഷേ എൻ്റെ ആ വിശ്വാസമായിരിക്കാം ആ മരിച്ച ദിവസം തൊട്ട് ഇന്നും അപ്പം എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഒരു വലിയ ധൈര്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. പെട്ടെന്നായിരുന്നോ നിങ്ങൾ എല്ലാം ഉണ്ടായിരുന്നോ അവിടെ?
അല്ല പെട്ടെന്ന് വെച്ചാൽ അപ്പോൾ ഒക്കെ ഡൗൺ ആയി. തീരെ വീക്കായിരുന്നു. പക്ഷേ ഞാൻ പറയല്ലോ, എൻ്റെ അതിയായ ആഗ്രഹം എൻ്റെ അപ്പ എന്നെ വിട്ടു പോകത്തില്ല എന്നുള്ളൊരു, അതുകൊണ്ട് അപ്പ ജീവിക്കുമെന്നുള്ളൊരു. ബാക്കി എല്ലാവർക്കും അന്ന് മരിക്കുന്നതിൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു 24 hours ക്രോസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ തീരെ വീക്കായിരുന്നു, എടുത്തില്ല. അപ്പം കുറേ ദിവസമായിട്ട് ഇത് കാണുന്നതല്ലേ, അപ്പം തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. അപ്പം കാർഡിയാക് അറസ്റ്റ്. ഇന്നിപ്പം തെരഞ്ഞെടുപ്പ് ഇന്നിപ്പം പ്രചരണത്തിലേക്ക് പോകുകയാണ്. ഇറങ്ങുവാണ്, രാവിലെ ഇറങ്ങുവാണ്. മരിയയുടെ ഒരു സ്വപ്നം എന്താണ്? എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞൊരു പേഴ്സണൽ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെൻ്റെ മകനായിരിക്കും എൻ്റെ എല്ലാം. എൻ്റെ അപ്പയായിരുന്നു. മകൻ ഒരു ടെന്നീസ് ചാമ്പ്യനാണ്. മകനെ ഒരു ടെന്നീസ് പ്ലെയറായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് എന്നെ കൊണ്ടാകാവുന്ന വിധം, അപ്പോൾ പറഞ്ഞു തന്നതുപോലെ എത്ര പേരെ സഹായിക്കാൻ പറ്റും എന്നറിയില്ല. എന്നെ കൊണ്ടാകാവുന്ന വിധം നമ്മുടെ മുമ്പിൽ വരുന്നവരെയൊക്കെ സഹായിക്കണം എന്ന ആഗ്രഹമുണ്ട്. എന്തെങ്കിലുമൊക്കെ നല്ല ഇപ്പോഴും എൻ്റെ മുമ്പിൽ അത് ക്ലിയർ അല്ല. എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ട്. അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നാളെ കുറച്ച് കാലം കഴിഞ്ഞ് എനിക്ക് അങ്ങനൊരു വ്യക്തിയായിട്ട് അറിയപ്പെടാനായിട്ടായിരിക്കും. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ എല്ലാവരോടും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഗണേഷ് കുമാറിനോടുള്ള ഒരു നിലപാട് എന്തായിരിക്കും ഇക്കാര്യത്തിൽ? ക്ഷമിക്കാൻ കഴിയുമോ അറിയിക്കും? ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലെ അമ്മ ഈ പള്ളിയിലൊക്കെ വിട്ട് അങ്ങനെ ഒരു രീതിയിൽ വളർന്നവരാണ്. അപ്പം ഓരോ വ്യക്തികളും അവരാണ് തീരുമാനിക്കേണ്ടത് മറ്റൊരാളോട് എങ്ങനെ ഡീൽ ചെയ്യണം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് എന്ത് ഫീൽ ചെയ്യുമെന്ന് ഞാൻ താങ്കളെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കെന്തും വിളിച്ച് പറയാം. പക്ഷേ താങ്കൾക്ക് എന്ത് ഫീൽ ചെയ്യുമെന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ ഞാൻ സ്വയം തന്നെ പഠിക്കണം. അതെനിക്ക് അപ്പയിൽ നിന്ന് കിട്ടി, അതർ മാൻസ് പോയിൻ്റ് ഓഫ് വ്യൂ. അത് അങ്ങനെ ചിന്തിക്കാത്ത വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അതിനെ നമുക്കിപ്പം ഞാനൊക്കെ ഇപ്പം ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു. അമ്മയെപ്പോലെ ഉള്ള വ്യക്തിക്ക് അമ്മയും അപ്പയൊക്കെ ക്ഷമിക്കുന്ന വ്യക്തികളാണ്. അവർക്കൊക്കെ ക്ഷമിക്കുമെന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. അവരങ്ങനെയാണ് പറയുന്നത്. കല്ലെറിഞ്ഞ വ്യക്തിയോട് പോലും എല്ലാവരും അപ്പയോട് ദേഷ്യപ്പെട്ട് കാണുമായിരിക്കും. അപ്പം ക്ഷമിച്ച വ്യക്തിയല്ല, അവരതങ്ങനെ പറയുള്ളൂ. പക്ഷേ ഇതെല്ലാം ഇന്നലെയും ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇതെല്ലാം കേരളത്തിലെ ജനം കാണുന്നുണ്ട്, സമൂഹം കാണുന്നുണ്ട്. അവരത് ക്ഷമിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഞങ്ങളുടെ സ്ഥാനത്ത് അതിന് പ്രസക്തിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വളർന്ന രീതി അങ്ങനെയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചാലും കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ട്രെയിൻഡ് അങ്ങനെയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അതിനൊരു വിധി എഴുതും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമാണ് ഉള്ളത്. ഉറച്ച വിജയം പത്തനാപുരത്തും എല്ലായിടത്തും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു.